ഹലോ, നമ്മുടെ അമൽ കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ക്വാഡ്രോൺ 4.0 ക്യാപിറ്റൽ ക്ലാഷ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്ക് ഗെയിം നടത്തുന്നുണ്ട് ഡിസംബർ 16 ടു ഡിസംബർ 30 വരെ. അപ്പോൾ അതിൽ സ്റ്റോക്ക് സെലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ലെസനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിച്ചത്. നമ്മളൊരു ബിഗിനർക്ക് ഏത് ഷെയറാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്, അല്ലെങ്കിൽ ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് ലോങ് ടേം ഹോൾഡിങ്ങിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് അത്ര ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇതിൽ പറയുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് India.com എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് അനാലിസിസ് ആണ് ഇതിൽ കിട്ടുക. അപ്പോൾ ഇതിനകത്ത് ടോപ്പ് ഫണ്ട്സ് എന്ന് പറയുന്ന ആ ഒരു മെനു നമ്മൾ ഓപ്പൺ ആക്കുക. അപ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് ലിസ്റ്റ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ടോപ്പ് ഫണ്ട്സ് എന്നുള്ള ഒന്നുകൂടി ഒരു മെനു ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോപ്പ് ഫണ്ട്സിനെ എന്ത് ചെയ്യാം, പല ക്രൈറ്റീരിയ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ കാറ്റഗറി എന്നുള്ളതിൽ നമ്മൾ ഇക്വിറ്റി ആണ് എടുക്കുന്നത്. സബ് കാറ്റഗറിയിൽ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് എന്നാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ലാർജ് ക്യാപ്പ് ഒന്നും ചൂസ് ചെയ്യാം, കാരണം അപ്പോൾ റിസ്ക് കുറയും. ഓപ്പൺ എൻഡഡ് എന്ന് കൊടുക്കുന്നു, അതിലാണ് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ട്രേഡിങ് നടക്കുക. മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ എന്നുള്ളിടത്ത് എല്ലാം സെലക്ട് ചെയ്യുന്നു. ഗ്രോത്ത് ആണ്. ലാസ്റ്റ് 12 മന്ത്സിനെ ബേസ് ചെയ്തിട്ടുള്ള റാങ്കിങ് നമുക്ക് എടുക്കാം. തൽക്കാലം ഇപ്പോൾ ടോപ്പ് 10 ഫണ്ടുകൾ അവർ ലിസ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമ്മളത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴേ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഫണ്ടുകളാണ് ഈ കാണിച്ചിട്ട്. ഒന്നാമത് മോത്തിലാൽ ഓസ്വാളിൻ്റെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഒരു വർഷം കൊണ്ട് 50% പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ HSBCയുടെ ഉണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇവരുടെ എന്താണ് പോർട്ട്ഫോളിയോ, ഇവരുടെ കയ്യിൽ എന്തൊക്കെ ഷെയർ ഉള്ളത് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. അങ്ങനെ നമുക്കൊരു 2-3 ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന കുറച്ച് ഫണ്ടുകളുടെ പോർട്ട്ഫോളിയോ ഓപ്പൺ ആക്കുക. അവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ അവരൊക്കെ വാങ്ങിച്ച ഷെയർ വില കുറയുന്ന സമയത്ത് നമുക്കും വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഇതൊരു സിമ്പിളായിട്ട് നമുക്ക് ഫസ്റ്റായിട്ട് എൻട്രി ചെയ്യുമ്പോൾ റിസ്ക് കുറഞ്ഞ് എന്നാൽ ലാഭം കിട്ടാൻ ചാൻസ് ഉള്ള ഒരു അപ്രോച്ചാണ് ഇതിൽ. അപ്പോൾ മോട്ടിലാൽ ഓസ്വാളിൻ്റെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ നമ്മൾ ഓപ്പൺ ആക്കിയാൽ ഇതിൽ താഴെ കാണാൻ പറ്റും അവരുടെ അടുത്തുള്ള കമ്പനികളാണ് ഈ ടോപ്പ് 10 ഹോൾഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൊടുത്തുള്ളത്. അപ്പോൾ അവരുടെ അടുത്ത് സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർ ഉണ്ട്, ട്രെൻഡ് ഉണ്ട്, കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ട്, ഭാരതി എയർടെൽ, പിന്നെ പ്രസ്റ്റീജ്, അങ്ങനെ കൂടുതൽ മിഡ് ക്യാപ്പ് ആയിട്ടുള്ള ഷെയറുകളാണ് അവരുടെ. സുസ്ലോൺ എനർജി, അതൊക്കെയാണ് ഈ കമ്പനീൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കും കൂടി തോന്നുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നിലധികം ഫണ്ടിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് അതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് HSBCയുടെ ആണ്. അപ്പോൾ HSBCയുടെ ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ്, ഇത് മിഡ് ക്യാപ്പോട് ലിസ്റ്റ് ചെയ്യും, കാരണം നമ്മൾ രണ്ടും സെലക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ HSBCയുടെ ടോപ്പ് ഹോൾഡിങ്ങിൽ വരുന്നതിലും സൊമാറ്റോ, ട്രെൻഡ്, സുസ്ലോൺ, അതൊക്കെ ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. BSC ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് HSBCയിലുള്ളത്. അപ്പോൾ സൊമാറ്റോ 2 ഇപ്പോൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിലെന്തോ ഒരു സാധ്യത ഉണ്ട്, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. ഇനി മൂന്നാമത്തെ ഇൻവെസ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഉണ്ട്. അവരുടെ ടോപ്പ് 10 ഹോൾഡിങ്ങിൽ ട്രെൻഡ് ഉണ്ട്. ട്രെൻഡ് 3 പ്രാവശ്യം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് സാധ്യത. ഫെഡറൽ ബാങ്ക് ഉണ്ട്, അങ്ങനെ HDFC ബാങ്ക് ഉണ്ട്, അങ്ങനെ ഫണ്ട് ഉണ്ട്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള കുറച്ച് കമ്പനികളെ വേണമെങ്കിൽ കണ്ടെത്താൻ പറ്റും. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രൈസ് വാച്ച് ചെയ്യാം. ഏകദേശം ഫെയർ വാല്യൂലാണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.